അസ്സലാമു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചൗമഹല്ല പാലസ് എന്ന് പറഞ്ഞൊരു പാലസാണ് കേട്ടോ. ഹൈദരാബാദിൻ്റെ നിസാം ഭരണത്തിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാലസാണ് ചൗമഹല്ല പാലസ്. അപ്പോൾ ഈ പാലസിനെ പറ്റി പറയാമെന്ന് ചോദിച്ചാൽ 45 ഏക്കറിലായിരുന്നു പണ്ട് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 12 ഏക്കർ മാത്രമേ ഇപ്പോഴും ഉള്ളൂ കേട്ടോ ഈ ഒരു മൊത്തം പാലസ്. അപ്പോൾ ഈ പാലസിന് ചൗമഹല്ല പാലസ് പേര് വീഴാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ പാലസ് മൊത്തമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 4ആയിട്ടാണ് കേട്ടോ വിഭജിച്ചിട്ടുള്ള 4 ബ്രദേഴ്സാണ് ഇവിടെ താമസിച്ചിരുന്നത്. അപ്പം 4 പാലസാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവരുടെ ഒരു മെയിൻ ഏരിയ ആണ്. ഇവിടെയാണ് ഇവർ മീറ്റിങ്സും മറ്റും ഒക്കെ നടത്തിയിരുന്നത് ഈ ഒരു പാലസിൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് കാണാമെന്ന് പറയാൻ ഈ ഒറ്റൊരു ഏരിയ ആണ് കൂടുതലായിട്ടുള്ളത്. ഇത് ഇവരുടെ ദർബാർ ഹാളാണ്. ഇവിടെയാണ് പണ്ടത്തെ ആ ഒരു രാജാക്കന്മാരും അതായത് നിസാംമാരൊക്കെ അവരുടെ മീറ്റിങ്ങൊക്കെ വെച്ചിരുന്നത്. ഈ ഒരു ഏരിയയിൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ ഒക്കെ കുറേ ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറയാൻ ശരിക്കും സ്തംഭിച്ചു പോകുന്ന ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. അവരുടെ ഇൻറ്റീരിയേഴ്സൊക്കെ ഇപ്പോഴത്തെ ഇൻറ്റീരിയേഴ്സ് പോലും തോറ്റുപോകുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ. ശരിക്കും അടിപൊളിയായിരുന്നു. 2010 യുനെസ്കോയുടെ അവാർഡൊക്കെ കിട്ടിയ ഒരു പാലസാണ് കേട്ടോ ഈ ചൗമഹല്ല പാലസ്. ബെസ്റ്റ് കൺസർവേറ്റീവ് ഹെറിറ്റേജ് പാലസ് എന്നുള്ള നിലയിലാണ് ഇവർക്ക് ഈ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോട്ടോസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് മേലോട്ടേക്ക് കയറാം. ഈ ഒരു പാലസ് ഉണ്ടാക്കിയിട്ടുള്ളത് 19-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ ഉണ്ടായ നിസാംസാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇത് പബ്ലിക്കിനായിട്ട് വിട്ടുകൊടുത്തത് ഇവിടുത്തെ ലാസ്റ്റത്തെ നിസാമായിരുന്നു. അപ്പം 20-ാം നൂറ്റാണ്ടിലാണ് അവർ റീസ്റ്റോർ ചെയ്തിട്ട് ഈ ഒരു പാലസ് കുറച്ച് ഷെയ്ച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റീസ്റ്റോർ ചെയ്തതിന് ശേഷം അവർ പബ്ലിക്കിനായിട്ട് തുറന്നു വിട്ടു കേട്ടോ. ഒരു പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലുള്ള ഒരു പാലസിൻ്റെ മാതൃകയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിഗംഭീരമായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ ഓരോ എന്താ പറയുക നമ്മളുടെ ആർട്ടിസ്റ്റിക് വർക്കൊക്കെ ഇതിൻ്റെ ഭയങ്കര രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ. എനിക്ക് കാണാം ദർബാർ ഹാളിൻ്റെ ഇതാണ് കേട്ടോ മേലെ നിന്നുള്ള വ്യൂ ആണിത്. അടിപൊളി ഷാൻഡിലിയേഴ്സൊക്കെ ആയിട്ട് നല്ല ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നോർമലി ഈ ഒരു പാലസിൽ ഉപയോഗിച്ചിരുന്ന ഈ 4 പാലസിൽ ഉപയോഗിച്ചിരുന്ന അവരുടെ നിത്യജീവിതത്തിന് അവർ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിലുണ്ടായ ഡ്രസ്സുകൾ അതുപോലെ പാത്രങ്ങൾ ഇവർ ഈ ഒരു എന്താണ് പാലസിലേക്ക് ഇവർ ഓരോ പ്രോഗ്രാംസിന് എടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം ഇതെല്ലാം നല്ല കാലപ്പഴക്കമുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പം അത്ര പെട്ടെന്നൊന്നും ഇപ്പൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഫർണിച്ചേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഡ്രസ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ചാനലിൽ മറ്റും നല്ല വീഡിയോസൊക്കെ ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം ഇതാണ് കേട്ടോ ഈ ഒരു പാലസിൻ്റെ ഔട്ടർ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പാലസിൽ രണ്ട് വലിയ കോർട്ട്യാർഡ് അതുപോലെ ഒരു ഫൗണ്ടന് വലിയൊരു ഫൗണ്ടനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ 4 പാലസാണ് ഇവിടെ ഈ ഒരു 14 ഏക്കറിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. ഫോട്ടോ ഷൂട്ടും മറ്റുമായിട്ട് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ ചൗമഹല്ല പാലസ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു പാത്രങ്ങളുടെ ശേഖരം തന്നെ ശരിക്കും സ്റ്റണ്ണിങ് ആണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിൽ ഓരോന്നും പെയിൻറ്റഡും ഹാൻഡ് ക്രാഫ്റ്റഡ് മെറ്റീരിയൽസാണ് കേട്ടോ ഉള്ളത്. ഇവിടെയുള്ള ശേഖരങ്ങളിൽ അധികവും ഇന്ത്യയിൽ അതുപോലെ ചൈന, പേർഷ്യ, പിന്നെ തെഹ്റാൻ അവിടെ നിന്നൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്.
ഈ ഒരു സെക്ഷനിൽ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ആംസ് ആൻഡ് അമ്യൂണിറ്റീസിൻ്റെ ഒരു ശേഖരം തന്നെയാണ് കേട്ടോ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. പലതരം സ്വാർഡ്സും അതുപോലെ എന്താണ് ഗൺസ് അങ്ങനത്തെയൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പാലസിൽ മാത്രമാണ് കേട്ടോ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേയും അതുമൊക്കെ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പാലസൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടല്ല ഉണ്ടായിരുന്നത്. അപ്പം ഒരു ഏരിയയിൽ മാത്രം ഇവരുടെ വിൻറ്റേജ് കാർസും മറ്റും ഉണ്ട്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. അപ്പം വിൻറ്റേജ് കാർ സെക്ഷനിലേക്ക് പോകുമ്പോഴേ നമ്മൾ വേറൊരു പാലസിലും കൂടി കയറിയതാണ്. പക്ഷേ ഇവിടെ ഒന്നും കാണാനൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സ്റ്റെപ്പ് കാറിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും കാണാൻ. ബാക്കിയൊക്കെ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായ സലാർജംഗ് മ്യൂസിയം, അതുപോലെ ഈ ഒരു സ്പോട്ട്, നമ്മൾ ചൗമഹല്ല പാലസ്, പിന്നെ ഹൈദരാബാദിൻ്റെ ഫേമസ് ആയ ചാർമിനാർ, അതൊക്കെ ഈ ഒരു ചുറ്റുവട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടായത്. ഇത് പണ്ട് കാലത്ത് ഈ ഒരു പാലസിലുള്ളവരെ ഉപയോഗിച്ചിരുന്ന കാർസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ, വിൻറ്റേജ് കാർസ്. ഇവിടെ റോൾസ് റോയ്സ് വരെയുണ്ട് ഈ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ. അപ്പം ശരിക്കും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടും അതിൻ്റെ ആ ഒരു തിളക്കമൊന്നും മങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല വ്യത്യസ്തമായ കാറുകളൊക്കെ കാണാം ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ മോട്ടോർ സൈക്കിളിൻ്റെയും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ബൈക്ക് കണ്ടപ്പം എനിക്ക് ഷോലയിലുള്ള ആ ഒരു സീനാണ് കേട്ടോ ഓർമ്മ വന്നത്. സൈഡ് സീറ്റിൽ ധർമ്മേന്ദ്രയും അതുപോലെ അമിതാഭ് ബച്ചനും ഇരുന്നിട്ടുള്ള ആ ഒരു സീനാണ് ഓർമ്മ വന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ മഹല്. ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് കയറിയിട്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ സമയപരിധിയും ഞാൻ പറഞ്ഞല്ലോ, പരിമിതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടില്ല. പിന്നെ നമുക്ക് ഈ ചൗമഹല്ല പാലസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇവർ മാരേജസ് അതുപോലെ എൻഗേജ്മെൻറ്റ് അങ്ങനത്തെ ഈവൻസിനൊക്കെ ഇവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചൗമഹല്ല പാലസ്. അപ്പോൾ നിങ്ങളെൻ്റെ ഈ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ എപ്പിസോഡ് 1 കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതാണ് ഈ ഒരു പാലസിൻ്റെ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. ഏകദേശം 251 വർഷമായിട്ടോ ഈ ഒരു ക്ലോക്ക് ടവർ സ്ഥാപിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.